ദൃശ്യം മൂന്നാം ഭാഗം കൊണ്ട് അവസാനിക്കുമോ അതോ തുടർച്ച ഉണ്ടാകുമോ? മെയ് 21-ന് ദൃശ്യം 3 റിലീസിന് തയ്യാറായി നിൽക്കുമ്പോൾ പൊതുവെ തോന്നാവുന്ന ഒരു സംശയമാണിത്. ഈ ചോദ്യത്തിന് ഒരു മറുപടി നൽകുകയാണ് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രേക്ഷകർ ദൃശ്യം 3 സ്വീകരിച്ചാൽ മുന്നോട്ടു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 5-ാം ഭാഗം വരെ പ്ലാനിങ്ങിലുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുന്നു. സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലായിരുന്നു മോഹൻലാൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. 13 വർഷങ്ങളായി ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ എന്ന അഭിനേതാവ് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പോലും ജോർജ് കുട്ടി ശരിക്കും ആരാണെന്ന് ഒരു നടനായ തനിക്ക് മനസ്സിലാക്കാനായിട്ടില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത്. ആ നിഗൂഢത തന്നെയാണ് പ്രേക്ഷകർക്കും ദൃശ്യം പുതിയ ഭാഗം എത്തുമ്പോൾ ആകാംക്ഷ നിറയ്ക്കുന്നത്. എന്തിനേറെ, ജോർജ് കുട്ടിയുടെ സൃഷ്ടാവായ ജിത്തു ജോസഫിന്റെ മനസ്സിൽ പോലും ആ കഥാപാത്രത്തിന്റെ ഉള്ളറകൾ കണ്ടെത്താനായിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഏതായാലും 3-ാം ഭാഗം എത്തട്ടെ. പ്രേക്ഷകർ സ്വീകരിച്ചാൽ ജോർജ് കുട്ടി ഇനിയും എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.